الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم ونفسي أولا بتقوى الله ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം അല്ലാഹുവിൻ്റെ സ്നേഹത്തിലും ഇഷ്ടത്തിലും ജീവിക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ബന്ധങ്ങളെ സംബന്ധിച്ച് പല കുറി നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട നല്ല ബന്ധങ്ങളെ സംബന്ധിച്ചാണ് ഈ ഖുത്ബയിൽ മുഅ്മിനീങ്ങളെ ഉണർത്താനുള്ളത്. മക്കത്ത് ഖുറൈശികളിൽ പ്രമുഖനായ ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് അല്ലാഹുവിൻ്റെ ശത്രുവാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവാണ്. ഉഖ്ബ വീട്ടിലൊരു സൽക്കാരം തയ്യാറാക്കി. അതിൽ ഖുറൈശികളിലെ പ്രമുഖരെല്ലാം അതിലേക്ക് ക്ഷണിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ക്ഷണിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ ആ സദസ്സിലേക്ക് പങ്കെടുക്കണമെങ്കിൽ ഒരു ഉപാധി വെച്ചു. ഉഖ്ബ, നിന്നെപ്പോലുള്ള ഒരാൾ, പ്രമുഖനായി തൻ്റെ ഇടവും ബുദ്ധിയുള്ള ഒരാൾ, ചിന്താശേഷിയുള്ള ഒരാൾ ദീനിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ സദസ്സിലേക്ക് പങ്കെടുക്കണമെങ്കിൽ, നിന്റെ സൽക്കാരത്തിൽ ഞാൻ പങ്കെടുക്കണമെങ്കിൽ നീ ഷഹാദത്ത് പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭാവം ആ സദസ്സിനെ മോശമാക്കുന്നത് കൊണ്ട് തന്നെ ഉഖ്ബ ഷഹാദത്ത് പറഞ്ഞു, റസൂലിൻ്റെ മുമ്പിൽ മുസ്ലിമായി. അള്ളാഹുവിൻ്റെ റസൂലിന് അതിയായ സന്തോഷം വന്നു. കാരണം ഒരാളുടെ ഇസ്ലാം അള്ളാഹുവിൻ്റെ റസൂൽ അത്രയും സന്തോഷിപ്പിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിൽ പങ്കെടുത്തു, സൽക്കാരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ആ സൽക്കാരം പിരിഞ്ഞു, സദസ്സ് പിരിഞ്ഞു. അന്ന് വൈകുന്നേരം
ഉഖബ തൻ്റെ ഉറ്റ സുഹൃത്തായ ഉബയ്യ് ബിൻ ഖലഫിനെ കണ്ടുമുട്ടി മക്കയിൽ. ഉബയ്യ് ബിൻ ഖലഫ് പറഞ്ഞു, ഉഖബ നീ മുസ്ലിമായെന്ന് ഞാൻ കേട്ടു. ഉഖബ ഉബയ്യ് ബിൻ ഖലഫിൻ്റെ ഉറ്റ സുഹൃത്താണ്, നല്ല ചങ്ങാതിമാരാണ്. ഉഖബ നീ മുസ്ലിമായെന്ന് ഞാൻ കേട്ടു, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ മുസ്ലിമായത് എനിക്കിഷ്ടമായിട്ടില്ല, ഞാനത് തൃപ്തിപ്പെടുന്നില്ല. ഇനി നീ എൻ്റെ മുഖം കാണാൻ പാടില്ല. ആ കൂട്ടുകാരൻ തെറ്റിപ്പിരിഞ്ഞു. ഉഖബയ്ക്ക് ഇത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി. തൻ്റെ ഉറ്റ സുഹൃത്ത് എന്നിൽ നിന്നും വിട്ടുപിരിഞ്ഞ ആ പ്രയാസം ഉഖബ ഉബയ്യ് ബിൻ ഖലഫിനോട് പറഞ്ഞു, ഉബയ്യ് ബിൻ ഖലഫ്, ഞാൻ മുസ്ലിമായിട്ടില്ല. ഞാൻ ആ ഷഹാദത്ത് പറഞ്ഞത് മുഹമ്മദിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മനസ്സാന്നിധ്യം കൊണ്ട്, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഷഹാദത്ത് പറഞ്ഞിട്ടില്ല. മുഹമ്മദിനെ കാണിക്കാൻ, മുഹമ്മദിനെ ആ സദസ്സിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷഹാദത്ത് പറഞ്ഞത്. ഉബയ്യ് ബിൻ ഖലഫ് വിട്ടില്ല. നീ മക്കയിൽ ചെന്ന് കഅബയുടെ അടുക്കൽ ചെന്ന് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയം മുഹമ്മദിനെ ചീത്ത വിളിക്കണം ഒച്ചത്തിൽ. മുഹമ്മദിൻ്റെ മുഖത്ത് നീ കാർക്കിച്ച് തുപ്പണം, എന്നാൽ ഞാൻ നിന്നിൽ തൃപ്തനാണ്. ഉഖബ അന്ന് രാവിലെ മുസ്ലിമായ ആളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യും പിടിച്ച് ബൈഅത്ത് ചെയ്ത് ഷഹാദത്ത് പ്രഖ്യാപിച്ച വ്യക്തിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിലായിരിക്കും അന്ന് വൈകുന്നേരം കഅബ അങ്കണത്തിലേക്ക് വന്നു. ജനമധ്യത്തിൽ വിളിച്ചു പറഞ്ഞു, റസൂലിനെ വല്ലാതെ ചീത്ത വിളിച്ചു, റസൂലിനെ മോശമാക്കി സംസാരിച്ചു. അല്ലാണ്ട് റസൂൽ വല്ലാതെ അത്ഭുതപ്പെട്ടു. ഇന്ന് രാവിലെ ചിരിച്ചുകൊണ്ട് അല്ലാണ്ട് റസൂലിനെ സ്വീകരിച്ച് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് ഉഖബ. ഇന്ന് വൈകുന്നേരം ആൾക്കാരുടെ മധ്യത്തിൽ മുഹമ്മദിനെ ചീത്ത വിളിക്കുന്നു, ശകാരിക്കുന്നു. അവസാനം അല്ലാണ്ട് റസൂലിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് ഉഖബ പിന്തിരിഞ്ഞു. ആ ബന്ധത്തിന് വേണ്ടിയിട്ട്, ആ സ്നേഹബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ സുഹൃത്ത് ഉബയ്യ് ബിൻ ഖലഫിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ലാണ്ട് റസൂലിനെ ശകാരിക്കുകയും മുഖത്ത് കാർക്കിച്ച് തുപ്പുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ആ ഒരു ബന്ധം, ആ ഒരു സുഹൃത്ത് ബന്ധം ഉഖബയെ എത്രയോ വലിയ അപകടത്തിൽ കൊണ്ടുവന്നെത്തിച്ചു. ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് ബദറിൽ കൊല്ലപ്പെട്ടു. ശത്രു സൈന്യത്തിൽ വന്ന് ബദറിൽ കൊല്ലപ്പെട്ടു. ഉബയ്യ് ബിൻ ഖലഫ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളാൽ ഉഹദിൽ കൊല്ലപ്പെട്ടു. അത്രയും നിർഭാഗ്യവാന്മാരായ രണ്ട് ചങ്ങാതിമാർ. പ്രിയമുള്ളവരെ, ഈ സംഭവത്തിലൂടെ നമ്മൾ ഉൾക്കൊണ്ടൊരു കാര്യം, നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ നന്നാക്കണം. നമ്മുടെ സുഹൃത്തുക്കളെ സ്വീകരിക്കുമ്പോൾ, ചങ്ങാതിമാരെ സ്വീകരിക്കുമ്പോൾ നല്ല ആൾക്കാരെ സ്വീകരിക്കണം. ഈ രണ്ട് ആൾക്കാരുടെ വിഷയത്തിലാണ് സൂറത്തുൽ ഫുർഖാനിലെ ആയത്തിറങ്ങിയത്. വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി വയഖൂൽ യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല. ഉഖബ പറയുന്ന വാക്കാണത്. നാളെ ആഖിറത്തിൽ വയൗമ യഅദ്ദു ളാലിം, അന്ന് അക്രമി കൈകൾ കടിക്കുന്ന ദിവസം, അലാ യദൈഹി, കൈകൾ കടിക്കുന്ന ദിവസം, യഖൂൽ, അവൻ പറയും, യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല, ആ റസൂലിൻ്റെ കൂടെ ഞാൻ ആ മാർഗം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായാണ്. ആ റസൂലിൻ്റെ കൂടെ ആ ബന്ധം ഞാൻ നിലനിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായെന്ന് ഖേദിച്ചുകൊണ്ട് തൻ്റെ വിരൽ കടിക്കുന്ന ഒരു രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാൻ. എന്നിട്ട് പറയും, യാ വൈലത, ഉഖബത്ത് ബിൻ അബി മുഅയ്ത്തിൻ്റെ വാക്കാണത്. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നാളെ അഥവാ ഉബയ്യ് ബിൻ ഖലഫിനെ കൂട്ടുകാരനായിട്ട് ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. അവനെ കൂട്ടുകാരനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ അവൻ്റെ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇസ്ലാമിനെയും മുഹമ്മദിനെയും ചീത്ത വിളിച്ചത് ഒഴിവാക്കിയത്. അന്ന് അവൻ ഖേദിക്കും, ലഖദ് അദല്ലനി, അവൻ എന്നെ തെറ്റിച്ചളഞ്ഞു, എൻ്റെ ആ കൂട്ടുബന്ധം, എൻ്റെ ആ ചങ്ങാതി എന്നെ തെറ്റിച്ച് കളഞ്ഞു. അനി ദിക്രി ബഅദ ഇദ് ജാഅനി, ആ ഇസ്ലാം എനിക്ക് കിട്ടിയതിന് ശേഷം, ആ ദിക്ർ എനിക്ക് കിട്ടിയതിന് ശേഷം, ആ സൗഭാഗ്യം എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം അതെന്നിൽ നിന്നും എൻ്റെ ചങ്ങാതി തട്ടിക്കളഞ്ഞു. ലഖദ് അദല്ലനി, അവൻ എന്നെ വഴി തെറ്റിച്ച് കളഞ്ഞു. പ്രിയമുള്ളവരെ, ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് നാളെ ആഖിറത്തിൽ വിലപിക്കുന്ന ആ വാക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുകയാണ് ഖുർആനിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക, നല്ല ബന്ധങ്ങൾ നിലനിർത്തുക. നാളെ ആഖിറത്തിൽ അത് ഉപകാരപ്പെടും. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മുടെ ഖൈറിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന, അതുപോലെ തന്നെ എല്ലാ നന്മകളിലും നമ്മോട് പങ്കാളികളാകുന്ന, നമ്മളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന, എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ നമ്മുടെ കൈകൾ പിടിക്കുന്ന
പഠനത്തിൽ നമ്മളോട് സഹായിക്കുന്ന, മറ്റെല്ലാ നന്മയിലും നമ്മളോട് പങ്കാളികളാവുന്ന, നമ്മളില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഖൈറിന് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല ബന്ധങ്ങളെ പ്രിയമുള്ളവരെ നിലനിർത്തുക. ആ ബന്ധങ്ങളിലാണ് ദുനിയാവിലും നാളെ ആഖിറത്തിലും വലിയ ഉപകാരമുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചില ഹദീസുകൾ, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, നീ മുഅ്മിനോട് അല്ലാതെ കൂട്ടുകൂടാൻ പാടില്ല. നിന്റെ സമയം ചെലവഴിക്കേണ്ടത്, നിന്റെ കാര്യങ്ങൾ നീ പരസ്പരം കൈമാറ്റം ചെയ്യേണ്ടത് അത് മുഅ്മിനീങ്ങളോടാണ്, അള്ളാഹുവിനെ പേടിക്കുന്നവനോടാണ്, ആഖിറത്തെ പേടിക്കുന്നവനോടാണ്. വലാ യഅകുൽ തുആമക ഇല്ലാ തഖിയ്യുൻ, തഖ്വയുള്ളവരല്ലാതെ, ശുദ്ധിയുള്ളവരല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അഥവാ നിന്റെ കൂടെ കൂടാൻ പാടില്ല. പ്രിയമുള്ളവരെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന, ആഖിറത്തെ ഓർമ്മിപ്പിക്കുന്ന നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. നേരെ തിരിച്ച് ആഖിറത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്നും നമ്മളെ ശുഗലാക്കി കളയുന്ന, പഠനത്തിൽ നിന്ന് നമ്മൾ പിറകോട്ട് വലിക്കുന്ന, നന്മകളിൽ നിന്നും നമ്മളെ പിറകോട്ട് വലിക്കുന്ന, കുരുത്തക്കേടുകളിലേക്കും വേണ്ടാധീനങ്ങളിലേക്കും നമ്മളെ ക്ഷണിക്കുന്ന ബന്ധങ്ങൾ പ്രിയമുള്ളവരെ നമ്മൾ വെച്ച് വീർപ്പിക്കാൻ പാടില്ല, ഒഴിവാക്കുക. നാളെ ആഖിറത്തിൽ വലിയ വില നൽകേണ്ടി വരും അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ബന്ധങ്ങൾക്കും നല്ല കൂട്ടുകാർക്കും അതുപോലെ തന്നെ മോശം കൂട്ടുകാർക്കും രണ്ട് ഉപമ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. ഇന്നമ മസലുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൗ, നല്ല കൂട്ടുകാരൻ്റെ ഉപമ അതുപോലെ തന്നെ മോശം കൂട്ടുകാരൻ്റെ ഉപമ, കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ, ഒന്ന് അത്തർ കച്ചവടക്കാരനെ പോലെയാണ് നല്ല കൂട്ടുകാർ, മറ്റാൾ ചൂളയിൽ ഊതുന്ന കൊല്ലപ്പണിക്കാരനെ പോലെയാണ് മോശം കൂട്ടുകാരൻ. അമ്മ ഹാമിലുൽ മിസ്ക്, അത്തർ വിൽപ്പനക്കാരനായ നല്ല കൂട്ടുകാരൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമ്മ അൻ യുഹ്ദിയക, ഒന്നുകിൽ അവൻ ആ നല്ല സുഗന്ധം നിനക്ക് ഹദിയായി നൽകും, നീ ചോദിക്കാതെ നിനക്കവൻ നൽകും. അഥവാ ആ നല്ല ബന്ധം നമ്മൾ ചോദിക്കാതെ, നമ്മൾ ആവശ്യപ്പെടാതെ നല്ല ഉപദേശങ്ങൾ, നല്ല നസീഹത്തുകൾ, നല്ല ഓർമ്മകൾ, ആഖിറത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ, അള്ളാഹിനെ സംബന്ധിച്ചുള്ള സംസാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും നമ്മൾ ആവശ്യപ്പെടാതെ. അതാണോ ഇമ്മ അൻ യുഹ്ദിയക, അത്തർ വിൽപ്പനക്കാരൻ നിനക്ക് ഹദിയായിട്ട് നൽകും. വ ഇമ്മ അൻ തബ്തഅ മിൻ, അല്ലെങ്കിൽ നിനക്ക് അവനിൽ നിന്നും അത്തർ വാങ്ങാൻ കഴിയും, നല്ല സുഗന്ധമുള്ള സുഗന്ധങ്ങൾ നിനക്ക് വാങ്ങാൻ കഴിയും. നീ ആവശ്യപ്പെട്ടിട്ട് അവനിൽ നിന്നും നല്ല സ്വഭാവങ്ങൾ നിനക്ക് സ്വീകരിക്കാൻ പറ്റും, നല്ല സംസ്കാരം സ്വീകരിക്കാൻ പറ്റും, നല്ല രീതികൾ, അള്ളാഹുവിനും അള്ളാഹിൻ്റെ റസൂലിനും ഇഷ്ടപ്പെടുന്ന രീതികൾ നിനക്ക് സ്വീകരിക്കാൻ പറ്റും, നല്ല ഇൽമുകൾ നിനക്ക് കരസ്ഥമാക്കാൻ പറ്റും. വ ഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ, ഇനി അതൊന്നും കിട്ടുന്നില്ലെങ്കിലും നിനക്ക് അവനിൽ നിന്നും നല്ല സുഗന്ധം ആസ്വദിക്കാൻ കഴിയും. അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ, നല്ല കൂട്ടുകാരൻ, നല്ല തഖ്വയുള്ള ജീവിതം നിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച് തരും. നീ അറിയാതെ അത് നിനക്ക് ആസ്വദിക്കാൻ കഴിയും. ഇനി വ അമ്മ നാഫിഖുൽ കീർ, ചൂളയിൽ ഊതുന്ന കൊല്ലപ്പണിക്കാരൻ, മോശമായ കൂട്ടുകാരൻ, ഇമ്മ അൻ യുഹ്രിഖ സിയാബക, നീ അവൻ്റെ അടുക്കൽ പോയിരുന്നാൽ അറിയാതെ നിൻ്റെ വസ്ത്രത്തിൽ തീ പടരും, നിൻ്റെ വസ്ത്രത്തിന് ഓട്ടകൾ വീടും തീ കത്തിയിട്ട്, നീ അതറിയൂല. തിരിച്ച് വീട്ടിൽ പോയാലാണ് ആ ഓട്ടകൾ കാണാൻ പറ്റുക. വ ഇമ്മ അൻ തജിദ റീഹൻ ഖബീസ, അല്ലെങ്കിൽ മോശമായ വളരെ വൃത്തികെട്ട നാറ്റം നിനക്ക് അവിടുന്ന് അനുഭവപ്പെടും. എല്ലാ വേണ്ടാധീനങ്ങളും മോശത്തരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ പകർന്നു നൽകും. അതുകൊണ്ട് മോശപ്പെട്ട കൂട്ടുകളെ, പ്രിയപ്പെട്ട മക്കളെ, മോശപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ഒഴിവാക്കുക, നല്ലവരെ കൂട്ടുപിടിക്കുക. ആഖിറത്തെ ഓർമ്മിപ്പിക്കുന്ന, അള്ളാഹിനെ ഓർമ്മിപ്പിക്കുന്ന, പഠനത്തിൽ നമ്മളെ സഹായിക്കുന്ന നല്ല കൂട്ടുകാരെ നിങ്ങൾ ബാക്കിയാക്കുക. അത് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഉപകാരമുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ഒരാൾ അവനെപ്പറ്റി വിചിന്തനം ചെയ്യപ്പെടുന്നത്, അവനെപ്പറ്റി പറയപ്പെടുന്നത് അവൻ്റെ കൂട്ടുകാരെ നോക്കിയിട്ടാണ്, അവൻ്റെ ബന്ധങ്ങളെ നോക്കിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് കൂട്ടുകാരനായി സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾ വളരെ ജാഗരൂകരായിട്ട് അന്വേഷിക്കുക, നല്ലവരെ മാത്രം തിരഞ്ഞെടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങൾ നല്ലതല്ലായിരുന്നെങ്കിൽ, മോശമായ കൂട്ടുബന്ധം, ചീത്ത കൂട്ടുകാർ, അവർ നാളെ ആഖിറത്തിൽ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇവിടുന്ന് എല്ലാ വേണ്ടാധീനങ്ങൾക്കും എല്ലാ ഹറാമുകൾക്കും കൂട്ടുകൂടിയവരാണ്, പങ്കാളികളായവരാണ്, പരസ്പരം സഹായിച്ചവരാണ്, തിന്മക്ക് പരസ്പരം സഹായിച്ചവരാണ്. നാളെ ആഖിറത്തിൽ അവർ പരസ്പരം ശത്രുക്കളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദു, അന്ന് നാളെ ആഖിറത്തിൽ ആ അഖില്ല, പരസ്പരം ഉറ്റ സുഹൃത്തുക്കൾ, ഉറ്റ ചങ്ങാതിമാർ, അവർ പരസ്പരം ശത്രുക്കളായിരിക്കും.
ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ളവരൊഴികെ. അതുകൊണ്ട് ആ തഖ്വയുള്ള നല്ല ബന്ധങ്ങളെ, പ്രിയമുള്ള മക്കളെ, നല്ല ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക. ഏത് മേഖലയിലും അള്ളാഹുവിനെ പറ്റി പറയുന്നതും ആഖിറത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നതും ദീനിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതുമായ ബന്ധങ്ങളെ നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക, അതിനെ ചേർത്ത് പിടിക്കുക. നല്ല ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക, മോശമായ ബന്ധങ്ങളെ പാടെ ഒഴിവാക്കുക. അതിലൊരു ഖൈറും പ്രിയമുള്ളവരെ നമുക്കില്ല. ദുനിയാവിലും ഖൈറില്ല, എന്നാൽ ആഖിറത്തിൽ തീരെ ഖൈറില്ല. പരാജയമല്ലാതെ നിരാശയല്ലാതെ ആ ബന്ധങ്ങൾ നമുക്ക് സമ്മാനിക്കുകയില്ല. നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വ മിൻ സയ്യിആതി അഅമാലിനാ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പൂർണ്ണ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നല്ല ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാനാണ് ഉണർത്തിയത്. ഒരു ഹദീസ് കൂടി ഉണർത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇസ്മഉ വഅഖിലു, മനുഷ്യരെ നിങ്ങൾ എന്നിൽ നിന്നും കേൾക്കുക, നിങ്ങൾ എന്നിൽ നിന്നും മനസ്സിലാക്കുക. വഅലമു, നിങ്ങൾ അറിയണം, അന്ന ലില്ലാഹി ഇബാദൻ ലൈസു ബി അംബിയാ വല ശുഹദാ, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾ ലൈസു ബി അംബിയ, അവർ അംബിയാക്കന്മാരല്ല, വല ശുഹദാ, ശുഹദാക്കളുമല്ല. ദീനിൽ ഏറ്റവും നല്ല രണ്ട് ദറജുള്ള രണ്ടാൾക്കാരാണ്, ഒന്ന് അംബിയാക്കന്മാർ, രണ്ട് ശുഹദാക്കൾ. ഈ വിഭാഗം അടിമകൾ അംബിയാക്കന്മാരുമല്ല ശുഹദാക്കളുമല്ല. പക്ഷെ നാളെ ആഖിറത്തിൽ യഗ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദാ അലാ മനാസിലിഹിം വഖുറബിഹിം മിനല്ലാഹ്, നാളെ ആഖിറത്തിൽ അംബിയാക്കന്മാരും ശുഹദാക്കളും ഈ അടിമകളോട് അസൂയ വെക്കും. അവരുടെ സ്ഥാനം കണ്ടിട്ട്, അള്ളാഹുമായിട്ടുള്ള അവരുടെ ബന്ധം കണ്ടിട്ട് അംബിയാക്കന്മാരും ശുഹദാക്കളും അസൂയ വെക്കുന്ന ഒരു വിഭാഗം അടിമകൾ അള്ളാഹുവിനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞപ്പോൾ ഫജസാ റജുലുൻ മിനൽ അഅറാബി, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സദസ്സിലുണ്ടായിരുന്ന ഒരു അറാബി മുട്ടുകാലിൽ കുത്തിയിരുന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, മൻഹും യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ അവരാരാണ്? യഗ്ബിതുഹുമുൽ അംബിയാ വശുഹദാ, ശുഹദാക്കളും അംബിയാക്കന്മാരും അസൂയ വെക്കുന്ന മാത്രം അത്രയും സ്ഥാനമുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ അടുപ്പമുള്ള ആരാണ് അവർ? സിഫ്ഹും ലന, അവർക്കൊന്ന് നമുക്കൊന്ന് വിശദീകരിച്ചതാ. ഫസുർറ വജ്ഹുൻ നബിയ്യി ബിസുആലിൽ അഅറാബി, ആ അഅറാബിയാണത് ചോദിച്ചതെന്ന് കണ്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് വല്ലാതെ സന്തോഷമായി ആ ചോദ്യം കേട്ടിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖാല ഹും നാസും മിൻ അഫ്നാഇൻ നാസി, അവർ ജനങ്ങളിൽ കൂടിക്കലർന്ന് ജീവിക്കുന്നവരാണ്, ഒറ്റപ്പെട്ട എവിടെയും ജീവിക്കുന്നവരല്ല. മിൻ അഫ്നാഇൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും അവരെല്ലാ വ്യവഹാരങ്ങളിലും ഏർപ്പെട്ടിട്ട് ജനങ്ങളുടെ കൂടെ ജീവിക്കുന്നവരാണ്. വനവാസിഇൽ ഖബായിൽ, അവർ പ്രത്യേകമായൊരു വിഭാഗം കബീലകളല്ല, പ്രത്യേകമായി അറിയപ്പെട്ട ഒരു വിഭാഗമല്ല, മറിച്ച് എല്ലാ ആൾക്കാരും ഉണ്ടാവും. അവർ എല്ലാ ജനങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന സാധാരണ ആൾക്കാർ. ലം തസിൽ ബൈനഹും അർഹാമുൻ മുതഖാരിബ, അവർക്കിടയിൽ കുടുംബ ബന്ധങ്ങളില്ല, മറിച്ച് തഹാബു ഫില്ലാഹി വതസാഫു, അവർ ചെയ്ത കാര്യം അമ്പിയാക്കന്മാരെക്കാളും ശുഹദാക്കളെക്കാളും നാളെ ആഖിറത്തിൽ അവർക്ക് സ്ഥാനം കിട്ടാനുള്ള കാരണം തഹാബു ഫില്ലാ, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ്. വതസാഫൗ, അവരുടെ ഹൃദയങ്ങൾ നിഷ്കളങ്കമായിരുന്നു, ആ സ്നേഹം നിഷ്കളങ്കമായിരുന്നു. ആ സ്നേഹത്തിൻ്റെ പിറകിൽ വേറെ ലാഭങ്ങളൊന്നും അവർക്കില്ല. ദീനിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുക, ഇൽമിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുക, ദുനിയാവിൻ്റെ ഒരു ലാഭവും ആ ബന്ധത്തിലില്ല, ഒരു കുടുംബ ബന്ധത്തിൻ്റെ ലാഭവും ആ ബന്ധത്തിലില്ല. അങ്ങനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ് അവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യളഉല്ലാഹു ലഹും യൗമൽ ഖിയാമത്തി മനാബിറ മിൻ നൂരിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവർക്ക് പ്രകാശം കൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാക്കും. ഫയജ്ലിസൂന അലൈഹ, ആ പ്രകാശം കൊണ്ടുള്ള ഇരിപ്പിടത്തിൽ അവർ ഇരിക്കും. ഫയജഅലു വുജൂഹഹും നൂറ, അവരുടെ മുഖങ്ങൾ അല്ലാഹു പ്രകാശപൂരിതമാക്കും. വസിയാബഹും നൂറ, അവരുടെ വസ്ത്രങ്ങളും അല്ലാഹു പ്രകാശപൂരിതമാക്കും. യഫ്സഉൻ നാസു യൗമൽ ഖിയാമത്തി വലാ യഫ്സഊൻ, ജനങ്ങളെല്ലാവരും അന്ന് പേടിച്ച് വിറച്ചോടുന്ന സമയം വലാ യഫ്സഊൻ, അവർ പേടിക്കൂല.
വലാ യഖാഫൂന ഇദ് യഖാഫുന്നാസ്, ജനങ്ങളൊക്കെ പേടിക്കുന്ന സമയം വലാ യഖാഫൂന, അവർ പേടിക്കൂല, അവർക്ക് പേടിയില്ല. അവർ അത്രയും ഉന്നതമായ സ്ഥാനത്തായിരിക്കും, അള്ളാഹുവിനോട് അടുപ്പം സിദ്ധിച്ചവരായിരിക്കും. വഹും ഔലിയാ ഉല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്: അള്ളാഹിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ, ദുനിയാവിൻ്റെ ഒരു ലാഭക്കൊതിയുമില്ലാതെ, ദുനിയാവിൻ്റെ ഒരു ലാഭവുമില്ലാതെ, പരസ്പര കുടുംബബന്ധം പോലും ഇല്ലാതെ അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർ, അവർക്ക് ആഖിറത്തിൽ വഹും ഔലിയാ ഉല്ലാ, അവരാണ് അള്ളാഹിൻ്റെ വലിയകൾ, അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കന്ന് ഒരു പേടിയും പേടിക്കേണ്ട. വലാ ഹും യഹ്സനൂൻ, അവർ ഖേദിക്കേണ്ടിയും വരൂല. അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ, പരസ്പരം കുടുംബ ബന്ധങ്ങളില്ല നമുക്കിടയിൽ, മറിച്ച് ദീനിൻ്റെ പേരിൽ, ഇൽമിൻ്റെ പേരിലുള്ള ബന്ധം അത് നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുക, നല്ല ബന്ധങ്ങളെ മുറുകെ പിടിക്കുക. ചീത്ത കൂട്ടുകെട്ട്, മോശമായ ബന്ധങ്ങൾ, നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന ബന്ധങ്ങൾ പാടെ ഒഴിവാക്കി നല്ല ബന്ധങ്ങൾ മാത്രം ചേർത്ത് പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉന്നതമായ ദറജകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും ഉടമസ്ഥനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم حاسبنا حسابا يسيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم اغفر لنا ولوالدينا يا غافر المذنبين. وأقول قولي هذا واستغفر الله لي ولكم ولجميع المؤمنين والمؤمنات فاستغفروه إنه هو الغفور الرحيم.